നമ്മൾ വൈപ്പിൻ വിടാൻ പോവുകയാണ്. ഭക്ഷണം കഴിച്ച് നല്ല ഉറക്ക ക്ഷീണത്തിൽ നമ്മളിതാ പോകുന്നു. ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ എന്തിനാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്? വണ്ടി തണുപ്പിക്കാൻ അതാണ് ഇവിടുത്തെ ചൂട്. വണ്ടി തണുപ്പിക്കാൻ ഞങ്ങള് തണലത്തെ എടുക്കുകയാണ് കണ്ടത്. വാഗമരം അതിന്റെ അടിയിൽ ഇട്ടിരിക്കുകയാണ് വണ്ടി കണ്ടത്. ഇപ്പുറത്ത് തണുത്ത ഫ്രൂട്ട്സ്. ഈ ഫ്രൂട്ടൊക്കെ ഈ ചൂടത്തിരുന്നിട്ട് എന്തായിരിക്കും അവസ്ഥ? ഞാനൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. അല്ല, നമ്മളിതെല്ലാം മേടിച്ചു കഴിക്കുന്നു ഇവിടെ. ഇത്രയും ചൂടത്തിരിക്കുന്ന സാധനം അത് ഒരു ദിവസമല്ലോ 2-3 ദിവസം എത്ര ആച്ചാലും ഇത് വിൽക്കുന്നവരോണ്ടിരിക്കട്ടെ. പിന്നെ ഇതില് കുറെ കെമിക്കൽ അടിച്ചിട്ടല്ല അങ്ങനെ കേടാവില്ല. അതല്ലേ അടിപൊളി. നല്ല തണലും റോഡിന്റെ എല്ലാ സൈഡിലും ഇങ്ങനെ കാണല്ലേ. അത് നല്ല സുഖമായിട്ട് ഓടിക്കാം. മരങ്ങളൊക്കെ അധികം വെട്ടിയിട്ടല്ലേ ചൂട് കൂടി. മാർക്കറ്റ് വളപ്പ് മാർക്ക് എവിടെയാണ്? അതിന്റെ ഉള്ളിൽ കൂടെ പോയി വളപ്പ് നമ്മള് ചുറ്റുവിടും. ഇതിന്റെ ഇടയിൽ കൂടെ ഒരു വഴി പോകുന്നുണ്ടാണ്. അതാണ് അവന്റെ വഴി. വാട്ടർ അതോറിറ്റിയുടെ പുത്തൻ വാട്ടർ ടാങ്ക്. എന്താണത്? ഇളകുന്നപ്പുഴ. ടയറിന്റെ ഈ ഇതേതാ ഹോട്ടല്? ലേ മാരിടൈം. പുതിയ ഹോട്ടൽ. ഈ പാലത്തിന് എന്താ പറയല്ലോ? കണ്ടെയ്നർ ടെർമിനൽ. അതെന്ത് സാധനം? ഏത് ടെർമിനലില് സാധനം ലോഡ് ചെയ്യാനുള്ളത് ട്രെയിൻ. സംഭവം തന്നെയാണ് കേട്ടോ. ചുംബികളായ കെട്ടിടങ്ങൾ മുന്നോട്ട് കാണാം. കണ്ടെയ്നർ ടെർമിനലിലേക്കുള്ള ലോറികൾ പാർക്കിയിരിക്കുന്നത് കാണാം. ഇവിടെയൊക്കെ കാട് പിടിച്ചിരുന്ന സ്ഥലമാണ് വരുന്നത്. ഫുള്ള് കാടായിരുന്നു ഇവിടെ. അത് ഈ മീൻപിടുത്തക്കാര് വെക്കുന്ന അവിടെ രാത്രിയൊക്കെ വന്നിരുന്ന് ചിലപ്പോ അവര് നെറ്റൊക്കെ ഇട്ടുണ്ടാവും. എന്തോരം ലോറികളല്ലേ, ഫുള്ള് മറ്റേ ഇൻട്രസ്റ്റേറ്റ് ലോറികളോ. മൊത്തം കണ്ടെയ്നർ. ഒരു വാരം കൂടി ഉണ്ടല്ലോ. 3 വാരം. 5 റോഡാണല്ലേ. നമ്മളിപ്പോൾ അബാദ് ആട്രിയം എന്ന് പറഞ്ഞ ഹോട്ടലിലേക്കാണ് പോയിക്കിട്ടത്. വിനോദ് ഭായിനെ കാണാൻ. ഇവിടെ സനല ഒരു പടം പിടിക്കുന്ന ഒരു ബംഗ്ലാവില്. അയ്യോ അതിന്റെ പേര് പറയുന്നു. മറ്റേ ബോൾഗാട്ടി പാലസ്. ബോൾഗാട്ടി പാലസ്. അതാണ് ബോൾഗാട്ടി. നമ്മള് ബോൾഗാട്ടി എത്തി. അതെ ബോൾഗാട്ടി. അതിന്റെ ഉള്ളിൽ 2-3 ഹോട്ടലുണ്ട്. പുതിയത് വന്നിട്ടുണ്ടോ? അത് ശരി. എന്നാണ് ഒരു അമേരിക്ക ഒരു ടീമിനെ കൊണ്ടുപോയിട്ടായിരുന്നു. ഈ റൈറ്റ് തിരിഞ്ഞിട്ടേ ഒരെണ്ണം ലുലു വന്നിട്ടുണ്ട്. ലുലു മറ്റേ അയാത്ത ലുലുവിന്റെ. നമ്മള് ബോൾഗാട്ടി റൗണ്ട് ബോട്ട് എത്തി. റൗണ്ട് ബോട്ട് എടുത്ത് നേരെ
പാലത്തിന്റെ മുകളിൽ വീണ്ടും കയറാൻ പോകുന്നു. നേരെ പോയി കഴിഞ്ഞാൽ ഈ വഴിയിലോ ഈ പാലം കാണാൻ നല്ല രസം. ഇവിടെയാണ് ഈ ലെഫ്റ്റിലുള്ള ബിൽഡിംഗ് ഉണ്ടല്ലോ, അവിടെയാണ് ഈ ഒരു മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഫ്ലാറ്റ് ഉള്ളത്. ഭയങ്കര വലിയ പലപ്പള്ളിയാണ് ഈ കാണുന്നത്. ഇതാണല്ലേ ഭയങ്കര സംഭവമല്ലേ ഇത്. അടിപൊളി. കൊച്ചി എത്തി മക്കളെ, കൊച്ചി. കിട്ടോ വീഡിയോ പോലും സാധനം കിട്ടും, കുഴപ്പമില്ല. അടിപൊളി. ഗോശ്രീ പാലം കഴിഞ്ഞപ്പോൾ നമ്മളിതാ എറണാകുളം എത്താറായി, എത്തി. ഇവിടെയും ആരടാ സൈഡ് ഇവിടുത്തെ പോവില്ല. അടിപൊളി ആണോ? ഭയങ്കര ബിൽഡിംഗ് അല്ലേ? ഇവിടുത്തെ കുണ്ടും കുഴിയൊക്കെ മാറിട്ടാ റോഡില്. റോഡ് നന്നായിട്ട് പണ്ട് എങ്ങനെ കിടന്ന റോഡാ ശരിക്ക്. അങ്ങോട്ട് ഹൈക്കോട്ടെത്താറായി. ഇതിന്റെ കളറൊക്കെ മാറ്റിയ അല്ല, അത് വേറെ മെറീൻ സംഭവം, പച്ച കളർ മെറീൻ. ആഹാ, ഫിഷിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്തൊട്ട് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മള് കരിഞ്ഞു പോകും. കേരള ഫയർഫോഴ്സ് നമ്മളെ റോഡൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മളെ ഹൈക്കോടതിന്റെ നമ്മളിവിടെ ലെഫ്റ്റ് എടുത്തിട്ട് പോവാം. ലെഫ്റ്റ് മറ്റേ ഈ പോവില്ലേ, ഈ ലെഫ്റ്റ് അല്ല, ഈ ലെഫ്റ്റ് അല്ല, അടുത്ത ലെഫ്റ്റ് ആവും. അടുത്ത മെയിൻ ലെഫ്റ്റ് ഇല്ലേ, ഡ്രൈവ് കയറില്ല ഈ ലെഫ്റ്റ് അല്ല, അടുത്ത ലെഫ്റ്റ്. എന്തൊക്കെ പറയണേ ചേട്ടാ, ചാടല്ലേ. മറ്റേ മെട്രോ നിക്കുന്ന സ്ഥലല്ലേ, അത് ലാസ്റ്റില്ല എൻഡില് MG റോഡിൽ നമ്മള് ഇവിടെ പോയിണ്ടോ? വെലോസിറ്റി പോയിണ്ടോ? വെലോസിറ്റി നല്ല പാറ, നല്ല പാറ അത്. ഞാനിവിടുത്തെ ഏകദേശം ഒരു ഇതും പോയിട്ടുണ്ട്. ഇടിച്ചിട്ടാണ് അത് പറഞ്ഞത്. ഇതാണ് കേരള ട്രാഫിക്. കണ്ട, ഒരുത്തൻ അങ്ങോട്ട് പോകുന്നു, ഒരുത്തൻ ഇങ്ങോട്ട് വന്നു. മിസ്റ്റർ പോലീസുകാരൻ വെറുതെ നടക്കുന്നു. ഹോട്ടലിൽ കയറി വരുന്ന കണ്ടോ, പെട്ടിച്ചിട്ട് പോകുന്നു. വഴി കയറി കഴിഞ്ഞാൽ പൊട്ടും. അടിപൊളി. ഹിന്ദിക്കാരുടെ ആവൂലേ? വല്ല മലയാളിയുടെ ആയിരിക്കും, ഇത് പേര് മാത്രം. നമ്മൾ MG റോഡിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു.
ഇത് എപ്പോഴും ഇങ്ങനെയല്ലേ. ട്രാഫിക് ബ്ലോക്ക്. ടണലിന്റെ അടി കൂടെ പോകുന്നവരുണ്ടല്ലോ. സ്വസ്ഥായില്ലേ? 300 meters make a U-turn. അതെ, അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് കാണാമല്ലോ. അപ്പൊ ഹോട്ടല് പറയും Then your destination will be on the left. യൂട്ടേൺ പറയണ്ട. ഐ ലവ് കൊച്ചി. Destination is on the left. ദാദാബാദ്. മറ്റേ പേര് ദാദാബാദ് ട്രെയിൻ. ഇത് വെർട്ടിക്കാണോ? أهلين وسهلين. After 1.5 years, 1.5 year ആയില്ലേ? No, when he came, you were there, no? Yeah, 1.5 years. Yeah, so maybe 1 year. 1 year. 1 year. Finally. Finally. Yes. നമ്മൾ 3 പേരും after 1 year. 1 year, yeah. 1 year. Last Dubai meet ചെയ്താ. Dubai meeting അത് നമ്മള് ഇതിന്റെ ബാക്കി ഭാഗം നമ്മളെ പറ്റയിലുണ്ട്. എന്താ ഷോട്ട്. ഫേമസ് ആയ സരിത സവിത സംഗീത. ഇവിടെ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അടിപൊളി. ഇതിന്റെ ഒപ്പം പരിപ്പൂട മെറീൻ ഡ്രൈവ്. അല്ല കുഴപ്പമില്ല. മെറീൻ ഡ്രൈവിന്റെ ഇതെന്താ ബേപ്രിഡ് മോൾ എന്താ? അപ്പുറത്തെ സൈഡാ? ഇവിടെ ബാക്ക് സൈഡിൽ. ഓക്കെ ഓക്കെ. സംഭവം തന്നെയാണ്. മറ്റേ ഫോണുകളുടെ റിപ്പയറിംഗ്, എന്താ പച്ചക്കറികളുടെ ബഹളം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അശോക അപ്പാർട്ട്മെന്റ്സ്. നമ്മൾ കണ്ടെയ്നർ ടെർമിനൽ വഴി പോകാനുള്ള പരിപാടിയാണ്. വീണ്ടും നമ്മൾ ഹൈക്കോർട്ട് റോഡ് വഴി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വൈപ്പിൻ സൈഡിലേക്ക്. അവിടെയൊന്നും വലിയ പ്രശ്നമൊന്നും കൊച്ചിയിലെ പണക്കാർ താമസിക്കുന്ന വമ്പൻ ഫ്ലാറ്റുകൾ, സമുച്ചയങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതെ, നമ്മൾ വീണ്ടും ഗോശ്രീ പാലം. സൺസെറ്റ് ടൈമാണ്. അടിപൊളി കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സൂര്യൻ മെല്ലനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ
ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി കായൽ കാണുന്നതാണ്. സൂര്യാസ്തമനം. ടൂറിസ്റ്റ് നെഫറാറ്റി എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ? കളർഫുള്ളാണ്. നമുക്കിനി ഇവിടുന്ന് റൈറ്റ് അടിക്കണം അല്ലേ? റൈറ്റ് അടിച്ച് നേരെ കളമശ്ശേരി. കളമശ്ശേരി വഴി. അതെ അതെ. ബോൾഗാട്ട് ടീ. ആ അടിപൊളി. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട പേര് ബോൾഗാട്ട് ടീ ഫുഡ് കോർട്ട്. അത് അടിപൊളി. നല്ല നല്ല സൈഡ് സീനാണ്. നമ്മൾ കണ്ടെയ്നർ ടെർമിനൽ റോഡിലേക്ക് കയറി. നല്ല രസകരമായ റോഡ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ സൂര്യാസ്തമനം, കൊച്ചി കായലും കണ്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ വീട് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. താമസിക്കാനാവില്ല അവർക്ക്. ഫിഷിങ് അവിടെ നെറ്റ് ഇട്ടിട്ടുണ്ട് എന്തായാലും. പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കിയിട്ടേ രാത്രി അവിടെ കിടന്ന് ഉറങ്ങി. അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ആ ഭാഗത്തുണ്ട്. ഇത് മറ്റേ ഇതുണ്ടല്ലോ പ്ലാസ്റ്റിക്കിന്റെ മറ്റേ ഡബ്ബ, വലിയ എന്തായാലും പറയാം, മറ്റേ വെള്ളമൊക്കെ നിറച്ച് വെക്കുന്ന ആ സാധനം അടിയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാരല് പ്ലാസ്റ്റിക്കിന്റെ ബാരല്. കുറെ കുടിലൊക്കെ കാണുന്നുണ്ടല്ലോ. നല്ല സീൻ. കൊച്ചി കായലിന്റെ മാസ്മരിക ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മളെ റെയിൽ പാളം, കണ്ടെയ്നർ റെയിൽവേ. പക്ഷെ ഇതിപ്പോൾ വർക്കിംഗ് അല്ല. വെള്ളം കാട് പിടിച്ചെടുക്കല്ലേ. അത് തേക്കാണോ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ? എന്താ ബദാമ? നമുക്ക് ഇവിടെ ഒരു ടോൾ പ്ലാസ ഉണ്ട്. ഇവിടെ ടോൾ പ്ലാസ വന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. മിണ്ടിയ ടോൾ എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ. അങ്ങനെ നമ്മൾ ഫാസ്ടാഗ് വഴി മുന്നോട്ട് പോകുന്നു അല്ലേ? അതാ പൊന്തി. നമ്മൾ ഫാസ്ടാഗ് വർക്ക് ചെയ്തു. ഭാഗ്യമുണ്ട് എന്ന് പറയാം. ആ ഒടുക്കത്തെ വ്യൂ നോക്കിയേ, എന്താ രസം. വമ്പൻ കണ്ടെയ്നർ ലോറി പോയി. രണ്ട് സൈഡിലും വെള്ളമാണല്ലേ? ലെഫ്റ്റ് സൈഡിലധികം. ഇവിടെ ഈ ഭാഗത്തുണ്ട് അത്യാവശ്യം നല്ലതായിട്ട്. റേഞ്ചറായ ഓ ചേട്ടൻ നന്നായിട്ട് പാഞ്ഞു പോകുന്നുണ്ടല്ലോ.
ഭാഗത്ത് കൊണ്ട് ഓടിച്ചു. ചീനവല. അടിപൊളി. നമ്മളെ ചീനവല കിട്ടി. ഇവിടെ പുറേ ഉണ്ടല്ലോ അത്. ബൈക്കൊക്കെ അതെങ്ങനെയാ അവിടെ കൊണ്ട് അത് ബൈക്കിന്റെ എഞ്ചിൻ വെച്ചിട്ട് അത് വലിക്കാനുള്ള സാധനമാണ്. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ ഇതിങ്ങനെ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോ ആ സാധനം ഇങ്ങനെ വലിയും. പുതിയ ടെക്നോളജിയാണ്. ഈ വഴി മൊത്തം തന്നെയാണ്. അടിപൊളി. അപ്പുറത്തെ ഐലൻഡിലേക്കൊന്നും വെള്ളം എത്താത്ത ഐലൻഡാന്നാണ് എപ്പോഴും അല്ലേ? ആ ഭാഗത്തെ വീടുകൾക്കൊക്കെ ഇപ്പോഴും കുറെ ഐലൻഡ് ഇല്ലേ ഇവിടെ, ദ്വീപുകളില്ലേ വെള്ളം എത്താത്തത്. അതെ, അടിപൊളി. അങ്ങോട്ട് പോകാൻ പാലൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയേ, അടിപൊളിയാണല്ലോ. എന്നിട്ട് ഫുള്ള് റിവേഴ്സ് എടുത്തിട്ട് വരിക. ചവിട്ടുണ്ടാവില്ല, ചവിട്ടിയ കിട്ടില്ല. സ്റ്റാർട്ടിങ് അല്ലല്ലോ, പെട്ടുപോനെ പൊട്ടാ കിട്ടിയനെ പണി. അവൻ എന്തിനാ കഷ്ടപ്പെട്ടു? അല്ല, അവൻ എന്തിനാ ഫ്രണ്ട് അവിടെ എടുത്തെങ്കിലും ഉന്തി പറഞ്ഞ വണ്ടിയല്ലേ, എടുക്കാൻ പാടണ്ട. KL7 CC. നല്ല നമ്പർ 7007. എറണാകുളല്ലേ? പോലീസുകാരൻ നല്ല മനുഷ്യനായതുകൊണ്ട് ഉന്തി കൊടുത്തത്. നമ്മൾ FACT സിഗ്നൽ എത്തി. ഇതാണ് നമ്മൾ FACT പോകാനുള്ള ഗേറ്റ്. നമ്മളെന്തിനാ അതിൻ്റെ ഉള്ളിൽ കയറണതല്ലേ? ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറാം, അങ്ങനെ പറ്റില്ല. ഇത് കേന്ദ്ര ആലുവയായിക്കൊണ്ടിരിക്കുന്നല്ലേ? നല്ല ആലുവ മെട്രോ. ഇതല്ലേ മെട്രോ സ്റ്റേഷൻ ആലുവല? ആയിട്ടില്ല അല്ലേ? സ്റ്റോപ്പുകളാണ് ഇവിടെ. കാറിന്റെ ഒക്കെ ഷോറൂം ഉണ്ടല്ലേ? കിടലും റെസ്റ്റോറന്റ് വരുന്നുള്ളൂ. പാൻട്രി സുൽത്താൻ വീട് റെസ്റ്റോറന്റ്. കളർഫുൾ ആട്ട സാധനം. സുൽത്താൻ വീട്, സുൽത്താൻ വീട്, ശരവണ ഭവൻ, ഗ്രാൻഡ് ഫ്രഷ്. നല്ല വണ്ടിയാണോ അത്? XUV പോരാല്ലേ? ഇതിന്റെ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ടല്ലേ? എടുക്കുന്നുണ്ട് ആണല്ലേ? പുളിഞ്ചോട് നെക്സ്റ്റ് ആലുവയായി. KFC. കാണുന്നല്ലേ? റൈറ്റിൽ കാണുന്നു. ഇവിടുന്ന് തുടക്കം അങ്ങോട്ട് പോകുമ്പോ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ മഹാരാജ ഒരു കോളേജ് ഉണ്ട്, അത് നമ്മളെ പോയ MG റോഡിൽ. അതെ അതെ.
ആലുവ സിറ്റി. ട്രാഫിക് ആണല്ലേ? യെസ്. ഇത് ഈ പാലം പണിതിട്ടില്ല, അപ്പുറത്തെ പാലം പണിതിട്ടില്ല, വലുതാക്കിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓക്കെ ഇവിടെ അങ്ങോട്ട് ഇപ്പോഴും തിരക്കന്നെ. ഈ 2-3 റോഡ് വന്നു ചേരുന്നു അല്ലേ? ഒന്നാ ഈ ഭാഗത്തുനിന്നും ഇത് 3 ഈ ലൈന് ആ ലൈൻ അപ്പുറത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികളായിട്ട് വരച്ചിട്ടുണ്ട്. അതെ, ചിപ്സുകളുടെ കേന്ദ്രമായി ഈ ഒരു മൊത്തം തന്നെയാണല്ലേ ചിപ്സ് പരിപാടി? ഓ കുറെ ഉണ്ടല്ലോ, വെറൈറ്റി സാധനങ്ങളാണല്ലേ എല്ലാ. ഡ്രൈ ഫ്രൂട്ട് സ്പൈസസ്, ലെറ്റ്സ് ഈറ്റ് ബേക്കേഴ്സ്. ഓ കിടിലം ബേക്കറി ഒക്കെ ഉണ്ടല്ലോ, ഫുൾ ബേക്കറി ഐറ്റംസിന്റെ സംഭവമാണ് ഇവിടെ. ബിരിയാണി മഹൽ കൊള്ളാം. ഹോട്ട് ചിപ്സ് ആൻഡ് സ്പൈസസ്, അതിനും വേണ്ടിയൊരു സ്ഥലം. ചിപ്സ് മാത്രം ഉണ്ടാക്കുന്ന കുറെ സ്ഥലം. അടുത്ത അങ്കമാലി. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ലെഫ്റ്റ് റൈറ്റ് അങ്ങോട്ടല്ലേ കൂടുതൽ? റൈറ്റ് പോയ എയർപോർട്ട്. നമ്മൾ അത്താണിയിലെത്തിരിക്കുകയാണ്. അത്താണി ബീച്ചോ എന്താ അത്താണി? അപ്പോ ഒരു ആക്ടർ ഉണ്ടല്ലോ ഈ ഭാഗത്താണ് എയർപോർട്ടിലേക്ക് വഴി. നേരെ പോയി കഴിഞ്ഞ് ഇനി ഇവിടുന്ന് അങ്കമാലി അല്ലേ? അങ്കമാലി. അങ്ങനെ നമ്മൾ അങ്കമാലി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്കമാലി ടൗണിനെ എത്താറായില്ലേ? രാജഗിരി, അതാണ് രാജഗിരി മെഡിക്കൽ സെന്റർ. അത്യാവശ്യം നല്ല ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ രാജഗിരി. നമ്മുടെ അങ്കമാലി പോലീസ് സ്റ്റേഷനാണ് കാണുന്നത് ലെഫ്റ്റില്. ബസ് സ്റ്റോപ്പ്. ഗണേഷൻ എന്താ ചെയ്ത് അവിടെ മറ്റേ കോംപ്ലക്സ് ഒക്കെ പണിതത് അവനാ. ഇതല്ല അവനിപ്പോ മന്ത്രി. ഹോളിഡേയ്സ് ഇൻഷുറൻസ്. ശരി, ഇപ്പൊ നമ്മള് തൃശ്ശൂർ ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. പിന്നിൽ കണ്ടതെല്ലാം എറണാകുളം ജില്ല. വെൽക്കം ടു തൃശ്ശൂർ. കിട്ടണ്ട ഓ മറ്റേ ഫുഡ് കൊണ്ടുവരാൻ പട്ടിക്ക് പട്ടി ഓടി പോയി പിടിക്കാനായിരുന്നു. പട്ടി ഓടിയ എന്തിൻ്റെ പോണോ? ഏതോ വീടിന്റെ മുകളിൽ നിന്ന് അവിടെ നിന്നിട്ടാ. തൃശ്ശൂർ റൗണ്ട്. ഏത് റോഡിൽ നമ്മൾ വന്ന് കയറിയത്? നമ്മള് വന്ന് കയറിയത് കിഴക്കേക്കോട്ട. ആ ശരിയാ, ഈസ്റ്റ് റോഡ്. ഈ റൈറ്റിലുള്ള ഇത് നമ്മുടെ പടക്കുന്നാഥന്റെ ഇവിടെ നിന്നാണ് കുടമാറ്റം ഇതൊക്കെ നടക്കുന്നത്. കുടമാറ്റം പൂരം നടക്കുന്ന മെയിൻ സ്ഥലം ഈ വിങ്ങിലാണ് കംപ്ലീറ്റ് നടക്കുന്നത്.
ചില പൂര ബിൽഡിങ് ഇതല്ലേ? പൂരം ആ ഹോട്ടലിൽ പൂട്ടിയില്ലേ? അല്ല, ഈ ബിൽഡിംഗ് അല്ലേ? അതെ, കുറുപ്പ് റോഡ് ഇറങ്ങണം അവിടുത്തെ. അത് എന്താ മുരളിമാരായിട്ട് തല്ലുകൂടി അതടച്ച്. ഈ തെറ്റത്ത് കാണുന്ന ലെഫ്റ്റില് പന്തലങ്ങോട്ട് പൊന്തണില്ല, പൊന്തിട്ടില്ല. ഇതാണ് റൈറ്റിലത്തെ വേറൊരു കവാടം. ആ, എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പന്തല്. മുട്ടിച്ചില്ലട 3 പന്തല്. ഇത് പറഞ്ഞാൽ നടല്ല, അടുത്ത പറഞ്ഞാൽ പിന്നെ ധനലക്ഷ്മി സ്വർണ്ണ റോഡുണ്ട് അവിടെ. അങ്ങനെ 3 പന്തലാണ്. ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നല്ലേ പന്തല് ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. പിന്നെ ഒരു ചട്ടപ്പെട്ടുന്നുണ്ട്, ഒരു ജാതി കാറ്റില്ല രാത്രിയും പകല്. സൈഡിലല്ലേ? അല്ല, നമ്മളിപ്പോ MG റോട്ടിൽ കൂടെ MG റോട്ടിൽ കൂടെ ഇറങ്ങി പോകും. ഇറങ്ങി നമ്മൾ പോകണം. ഇത് നാഷണൽ ഹോട്ടൽ എന്നല്ല എഴുതുന്നത്. നാഷണൽ ഹോട്ടൽ. ഇത് മറ്റേ TT അല്ലേ? ഇക്വിറ്റി അത് TT. ഇത് TT